എങ്ങനെയുണ്ട്? എക്സ്പീരിയൻസ് ആക്ച്വലി നൈസ് ആണ്. സൗണ്ട് ഡിസൈൻ ആണെങ്കിലും മൂവി ആക്ച്വലി നല്ല മൂവി. പ്രണവിന്റെയും ആക്ഷൻ ആക്ടിങ് എല്ലാം ഒക്കെ നല്ല ജംസ്കേഴ്സ് ഉണ്ട്. അടിപൊളി, നല്ല അഭിനയിച്ചിട്ടുണ്ട്. നല്ലതുപോലെ പേടിക്കുമോ? നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും മനസ്സിലായി, അങ്ങനെ ഒരു രീതിയിലായിരിക്കും. ബാക്കിയല്ല പ്രണവും ബാക്കി എല്ലാവരും എങ്ങനെയുണ്ട്? ഓക്കെ, ഒരു സൗണ്ട് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് കൊള്ളാം, നല്ല നല്ല എഫക്റ്റ് ഉണ്ട്. മ്യൂസിക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലേ? നല്ല പടം, നല്ലതായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത്? നല്ല നല്ലോണം പേടിക്കാനുണ്ട്. എങ്ങനെയുണ്ട്? ഹൊററൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? പേടിച്ചോ? ഒരു തിയേറ്റർ എഫക്റ്റ് സൗണ്ട് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല അഭിനയം. ഓക്കെ, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലോ? വിചാരിച്ചു വന്നത്, പക്ഷെ പേടിച്ചില്ല. കൊള്ളായിരുന്നു. പ്രണവിന്റെ അഭിനയം കൊള്ളാം. എനിക്ക് പേടിയൊന്നും തോന്നിയില്ല. ഞങ്ങൾക്ക് ആർക്കും പേടി തോന്നി. അത് ഓരോരുത്തരുടെ ഇതല്ല, പ്രതികരണമല്ല. ഞങ്ങൾക്ക് പേടി തോന്നി. വീണ്ടും പ്രതീക്ഷിച്ചു കുറച്ചും കൂടെ വേണമായിരുന്നു. അത് പ്രതീക്ഷിച്ചു. പക്ഷെ ഇനി അടുത്ത സെക്കൻഡ് പാർട്ടായിട്ട് വരുമായിരിക്കുന്നു. അങ്ങനെയില്ല, പേടിക്കാനുണ്ട്. പക്ഷെ അങ്ങനെ അത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിച്ച അത്രയും വന്നില്ല. പടം പേടിക്കുമ്പോൾ ജംപ് സ്കെയർ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, പക്ഷെ എന്നാലും പേടിയാവും. ഇങ്ങനെ പ്രണവൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ? ഹൊററൊക്കെ എങ്ങനെയുണ്ട്? പൊതുവെ സ്റ്റോറി കൊള്ളാം, പ്രണവിന്റെ ആക്ടിങ് കൊള്ളാം. പിന്നെ എല്ലാവരും പറയുന്നത് ഇതിൽ പേടിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്ര ബിൽഡപ്പ് കൊടുക്കാനുള്ള ഇതൊന്നുമില്ല. കാരണം ഞാനൊക്കെ സാത്താൻ സ്ലേവ്സും സുമയും ഡിമൺസ് ബ്രൈഡൊക്കെ കണ്ടു വന്നത് കൊണ്ട് എനിക്ക് ഈ മൂവിയിൽ പേടിക്കാനായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. കാരണം ആ മൂവീസൊക്കെ കണ്ടു വന്നത് കൊണ്ടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവരൊന്നും ഈ മൂവീസ് കണ്ടിട്ടില്ല, ഇങ്ങനത്തെ മൂവീസ് കണ്ടിട്ടില്ല. ഇന്തോനേഷ്യൻ മൂവീസും ജാപ്പനീസ് മൂവീസും ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ മൂവീസ് കാണുമ്പോൾ പേടിക്കാനുള്ളതുകൊണ്ട് സൗണ്ട് എഫക്ട്സ് നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പേടിക്കാൻ തോന്നില്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല മൂവിയാണ്. ഇനിയും ഇതേപോലത്തെ മൂവീസാണ് നമുക്ക് വേണ്ടത്. ഇതേപോലത്തെ മൂവീസ് നമുക്ക് വരണം. ഇല്ല, ഞാൻ ഈ ഇന്തോനേഷ്യൻ മൂവീസ് ഒക്കെ കണ്ടു വന്നത് കൊണ്ട് എനിക്ക് പേടിക്കാനായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നി ഇവിടെ ഉള്ളവരൊന്നും ഇതേപോലത്തെ ഹോറർ ഫിലിംസ് ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഫിലിം ഇറങ്ങിയപ്പോൾ അവർക്ക് പേടി തോന്നുന്നത്. അതുകൊണ്ടാണ്. പ്രണവിന്റെ ആക്ടിംഗ് ഒക്കെ അടിപൊളിയാണ്. രാഹുൽ സദാശിവനും അടിപൊളിയായിട്ടുണ്ട്. അയാളുടെ മൂവീസ് ഒക്കെ ഇനി ഇറങ്ങണം, ഇതേപോലത്തെ മൂവീസ്. അതാണ് ആഗ്രഹം. പേടിച്ചോ? പ്രണവ് എങ്ങനെയുണ്ട്? പടം മോശം പടമാണ്. പടം മോശം എന്നല്ല, ഓവർ ഹൈപ്ഡ് ആണ് പടം. ഈ പറയുന്നത്ര പേടിക്കാനുണ്ടോ? 2-3 ജംസ്കേഴ്സ് തന്നെ ഉള്ളൂ. ഈ ആൾക്കാരൊക്കെ എന്ത് കണ്ടിട്ട് ഇത്രയും മറ്റേ അടിപൊളി എന്ന് പറയാൻ എനിക്ക് മനസ്സിലാവും. മാത്രം എനിക്കൊന്നും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല. ഇത് എന്റെ ഒപ്പീനിയൻ ആണ്. പ്രണവ് നന്നായിട്ടുണ്ട്, പിന്നെ മ്യൂസിക് നന്നായിട്ടുണ്ട്, പിന്നെ ആ താടി വെച്ചിട്ടുള്ള ആ ചേട്ടൻ നന്നായിട്ടുണ്ട്. ഒന്നുമില്ല എന്നല്ല ഞാൻ പറയണേ, പടത്തിലുണ്ട്. പക്ഷെ ഓവർ ഹൈപ്ഡ് ആണ്. 2 മണിക്കൂറിനുള്ളിലല്ലേ ഉള്ളൂ. 2 മണിക്കൂറിൽ പടത്തിന് ലാഗ്, പടത്തിന് ആവശ്യമുള്ള ലാഗ് തന്നെ ഉള്ളൂ. അതിങ്ങനെ കൊണ്ടുവന്ന് പക്ഷെ അതിന് മാത്രമില്ല, ഭയങ്കര ഓവർ ബിൽഡപ്പ് ആണ്. എങ്ങനെയുണ്ട് പ്രണവ്? എടുത്തു പറയാൻ തോന്നി. അടിപൊളിയായിരുന്നു. പ്രണവ് മോഹൻലാലിന്റെ മോനല്ലേ, അത് സൂപ്പറായിരുന്നു. പേടിക്കാനുണ്ട്, ഇടയ്ക്ക് 2-3 ഉണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ല, കുട്ടികൾക്ക് കാണാം. പിന്നെ ഇച്ചിരി ചെറിയത് വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. അല്ലാതെ എല്ലാവർക്കും കാണാൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താണ് ഇഷ്ടപ്പെട്ടത്? പ്രണവ് എങ്ങനെയുണ്ട്? മൂവി എങ്ങനെയുണ്ട്? പേടിച്ചോ? എങ്ങനെയുണ്ട് ഒരു പ്രണവിന്റെ അഭിനയം? പ്രണവ് എങ്ങനെയുണ്ട്? ഹൗസ് ദ മൂവി? Okay. What about the sound effect and theater experience? Sound experience was good and theater experience actor. It was nice. Overall the theater experience? Theater experience of theater was also good. Okay. നല്ല movie. Okay, എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? ആക്ടിങ് അടിപൊളിയാണ്, പിന്നെ എടുത്തിരിക്കുന്ന രീതി. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലേ? Yes.